അപ്പോൾ ഇതാണ് നമ്മളെ തംബ്നെയിലിൽ പറഞ്ഞ ധർമ്മടം തുരുത്ത്. ധർമ്മടം തുരുത്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു പേര് വന്നത് തുരുത്തിൻ്റെ മാത്രം പേരല്ല ഈ ധർമ്മടം എന്ന് പറയുന്നത്. ഒരു പഞ്ചായത്ത്, ഒരു ഗ്രാമപഞ്ചായത്തുണ്ട്, ധർമ്മടം പഞ്ചായത്ത്. അതിനോട് തൊട്ടിട്ട് ഉള്ള തുരുത്തായതുകൊണ്ടാണ് ഈ തുരുത്തിന് ധർമ്മടം എന്നുള്ള, ധർമ്മടം തുരുത്ത് എന്നുള്ള പേര് വന്നത്. പിന്നെ ഞാനീ പറഞ്ഞ ധർമ്മടം എന്ന് പറയുന്ന പഞ്ചായത്ത് ഏതാണ്ട് ഒരു 10 സ്ക്വയർ കിലോമീറ്ററോളം വിസ്തൃതിയും ഏതാണ്ട് ഒരു 30,000-ഓളം പോപ്പുലേഷനുള്ള ഒരു ചെറിയ വില്ലേജ്. പക്ഷേ ചെറിയ വില്ലേജ് എന്ന് പറഞ്ഞാൽ പട്ടണത്തിൻ്റെ, ഒരു ടൗണിൻ്റെ എല്ലാ സുഖ സൗകര്യമുള്ള ഒരു ചെറിയ വില്ലേജ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ തുരുത്തിനകത്തേക്ക് കുറച്ച് പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. അതെങ്ങനെ പോകാമെന്ന് വെച്ചാൽ നമ്മളെ ലോട്ടയിൽ ഇതില്ല, എന്തായാലും പറയുക, നമ്മളെ വേലി ഇറക്കുന്ന സമയത്ത് നമുക്ക് കടലിലേക്ക് കൂടി, ആ നേരെ കാണുന്ന വഴിയിലേക്ക് കടലിലേക്ക് കൂടി നമുക്ക് നടന്നിട്ട് പോകാം. അധികം മുട്ടിന് താഴെ ആ സമയത്ത് വെള്ളം ഉണ്ടാവുള്ളൂ. പക്ഷേ അപ്പുറം ഇപ്പുറം പോയാൽ അപകടമാണ്. ഇപ്പോൾ എന്താ വെച്ചാൽ അവിടെ ഇപ്പോൾ എൻട്രി അങ്ങോട്ടേക്ക് ഇപ്പോൾ ആരെയും കയറ്റുന്നില്ല. ഇതാ ഇപ്പോൾ ഈ ഒരു ബോർഡ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ബോർഡും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. ഒരു കണക്കിന് ആലോചിക്കുമ്പോൾ നല്ലത് തന്നെയാണ്. നമുക്കറിയാണ്ട് അങ്ങോട്ട് കയറിയിട്ട് വെറുതെ അപകടത്തിൽ നിന്നും എന്താ പറയുക പെടണ്ടല്ലോ. ഒരു കണക്കിന് നിരോധനം നല്ലതാണെന്ന് പറഞ്ഞു തരാൻ വേണ്ടി ആളും ഉണ്ടാവില്ല. അപ്പോൾ ഒരു കണക്കിന് നല്ലതാണ്. പിന്നെ വേറെ എന്താ വെച്ചാൽ നമ്മൾ തുരുത്ത് എന്തായാലും വിട്ട് ഇനി ബീച്ച് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ബീച്ച്, നല്ല കുഴപ്പമില്ലാത്ത നല്ലൊരു ബീച്ച്. പിന്നെ ഇതിലെ വേറെ വിശേഷം എന്താ വെച്ചാൽ കഴിഞ്ഞ ഫ്ലഡിൽ 2018-19 ആ ഫ്ലഡിൽ ഒരു ചെറിയൊരു കപ്പൽ ഇവിടെ വന്നിട്ട് അടിഞ്ഞ് ആ മണലിലവിടെ എന്താ പറയുക അവിടെ പെട്ടുപോയി. ആ കപ്പൽ എടുക്കാനുള്ള ആ സെറ്റപ്പാണ് നമ്മളവിടെ കാണുന്നത്. മറ്റേ സ്റ്റീലിൻ്റെ കയറൊക്കെ ഉണ്ടല്ലോ, അത് വെച്ചിട്ടൊക്കെ കുറേ നോക്കുന്നുണ്ട്. അവിടെ കുറേ പരിപാടിയൊക്കെ നടക്കേണ്ട സംഭവം നടന്നിട്ടില്ല. അതിനുശേഷം ആ കപ്പൽ പൊളിച്ചിട്ടെടുക്കേണ്ട പരിപാടിയാണ് ഇപ്പം നടന്നുകൊടുക്കുന്നത്. പിന്നെ ബീച്ചിലും ബീച്ചിൻ്റെ പരിസരത്തുള്ളതായിട്ട് മറ്റേ പ്രീ വെഡിങ്, പോസ്റ്റ് വെഡിങ് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഫോട്ടോഷൂട്ടിനെ പറ്റിയ സ്ഥലം, അടിപൊളി സ്ഥലമാണ്. അതുപോലെ തന്നെ സൈഡിൽ ഒരു പാർക്കുണ്ട്, കുട്ടികൾക്കും വലിയൊക്കെ പറ്റിയ ഒരു പഞ്ചായത്തിൻ്റെ ഒരു പാർക്ക്, കുഴപ്പമില്ല. ഇങ്ങോട്ടേക്ക് വരാൻ തലശ്ശേരി നിന്നാണെങ്കിൽ ഏതാണ്ട് ഒരു 6 കിലോമീറ്ററോളം ഒരു ധർമ്മട റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ മതി. അവിടെ നിന്ന് നടക്കാനുള്ള ദൂരമില്ല. കണ്ണൂരിൽ നിന്നാണെങ്കിൽ ഒരു 18 കിലോമീറ്ററോളം കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക്. പിന്നെ നിങ്ങൾ ആ അക്കരെ കാണുന്ന ആ ഒരു സ്ഥലം കാണുന്നില്ലേ, അതാണ് മുഴപ്പിലങ്ങാട്. മുഴപ്പിലങ്ങാട് പഞ്ചായത്തിൽപ്പെട്ട സ്ഥലം അത്. അവിടെയാണ് നമ്മളെ മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചല്ലേ, അതല്ല ആ പഞ്ചായത്തിൽ വരുന്നത്. ഇത് രണ്ടും അടുത്തടുത്ത സ്ഥലം, ഒരു പുഴേൻ്റെ അപ്പുറം ഇപ്പുറേ ഉള്ളൂ. ഈ കാണുന്ന പുഴയാണ് ഈ പറഞ്ഞ പോലെ, ഈ പറഞ്ഞ ധർമ്മടം ബീച്ച് എന്ന് പറയുന്നത് ഒരു അഴിമുഖ, ഈ അഞ്ചരക്കണ്ടി പുഴ, ഈ പുഴ വന്ന് ചേരുന്ന സ്ഥലമാണ് ധർമ്മടം ബീച്ച്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ ഈ സ്ഥലം ഉണ്ടല്ലോ, ഇവിടെ സ്വന്തമായിട്ട് റെയിൽവേ സ്റ്റേഷൻ, ബ്രണ്ണൻ കോളേജിനെ പറ്റി കേട്ടിട്ടുണ്ടാവില്ല എല്ലാവരും. ബ്രണ്ണൻ കോളേജ് അത് ഇവിടെയാണ്, ധർമ്മടത്താണ്. പിന്നെ അതുപോലെ തന്നെ ഒരു എസ്റ്റേറ്റ്, ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്, ഒരുപാട് സ്കൂളും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അണ്ടലൂക്കാവ് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ, അണ്ടലൂക്കാവ് അതും ഇവിടെ ധർമ്മടത്താണ്. അപ്പോൾ പിന്നെ ഇന്നത്തെ പരിപാടിയെല്ലാം മതിയാക്കി. അപ്പോൾ തിരിച്ചു പോന്ന്. ഓക്കെ, ബൈ, താങ്ക് യു.